നമ്മുടെ ഗെയിമിനിടയിൽ വീണ്ടും അനുമോൾ കരഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ അനുമോൾ കരയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെവിൻ ഉണ്ടല്ലോ, അനുമോളുടെ പാവ തട്ടിയെടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ ഇവിടെ കിടന്ന് കരഞ്ഞത്. കരഞ്ഞോണ്ട് എനിക്കിനി പാവയും വേണ്ട ഒരു തേങ്ങയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുമോൾ ഓടുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ആദിലയും നൂറയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവ അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്. നീ ഇത് എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നൂറയും ആദിലയും ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോളും പറയുന്നുണ്ട് എനിക്കിനി പാവയൊന്നും വേണ്ട എന്ന്. ഇതിനുശേഷം എല്ലാവരും കൂടെ ചേർന്നിട്ട് ഷാനവാസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നൂറയും ആദിലയും ഒക്കെയാണ് പ്രധാനമായിട്ടും ഷാനവാസിനോട് ഇക്കാര്യം പറയുന്നത്. ഇക്കയ്ക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, ഒരു കാര്യം ചെയ്യ്, ഈ പാവ മൊത്തം എടുത്തോ, നമ്മൾ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, ഇക്കയെങ്കിലും ജയിച്ചോട്ടെ, അതുകൊണ്ട് ഇക്ക എന്തായാലും ഈ പാവ മൊത്തം എടുത്തോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസിന്റെ മറുപടി പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു. ഷാനവാസ് ഇവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, വേണ്ട മക്കളെ, നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോ, ഞാൻ കളിച്ച് നേടാത്ത ഒരു പാവയും എനിക്ക് വേണ്ട, അങ്ങനെ ഒരു പാവ നേടുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഷാനവാസ് ഇവർക്ക് മറുപടി നൽകിയത്. ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് പാവ കിട്ടാതെ പോയത്. നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പാവ കിട്ടിയത്. ഞാൻ കളിക്കാതെ നേടിയ ഒന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് മാസ് ഡയലോഗും അടിച്ച് നമ്മുടെ ഷാനവാസ് അവിടുന്ന് പോവുകയാണ്. ലൈവ് കണ്ടവർക്കറിയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്കും ഒന്നും ഈ പാവ കൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പൊ ഷാനവാസ് എടുത്തിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുതേ.